നിങ്ങൾക്ക് മികച്ചൊരു കരിയർ ചൂസ് ചെയ്യുന്നതിൽ +2 ബോർഡ് എക്സാമിന് ഒരു വലിയ പങ്കാണുള്ളത്. സോ അതിൽ ഈസി ആയിട്ട് ഹൈ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ് മാത്സ്. പക്ഷേ കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രം. ഞാൻ രാജേഷ് ഭാസ്കർ. ഈ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഇതിൽ തീർച്ചയായും എക്സാമിന് വരുന്നതായിട്ടുള്ള എല്ലാ കാറ്റഗറീസിലുമുള്ള ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരുന്നു. സോ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. സോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും MCQസുമാണ്. ഷോർട്ട് ആൻസർ കാറ്റഗറിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണാം. ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്റ്റർ എ ഇസ് ഈക്വൽ ടു 2y + 3j + k. സോ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് വെക്റ്റർ എയുടെ ഡയറക്ഷനിൽ ഉള്ള യൂണിറ്റ് വെക്റ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നതാണ്. സോ നമുക്കറിയാം ഏതൊരു വെക്റ്ററുടെയും ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ആ വെക്റ്ററിനെ അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ്. സപ്പോസ് എ വെക്റ്ററുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്ററാണ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ എ. സോ ഗിവൺ വെക്റ്റർ ഈസ് എ വെക്റ്റർ ഈസ് ഈക്വൽ ടു 2y + 3j + k. നമുക്കറിയാം ഏതൊരു വെക്റ്ററിനെയും അതിൻ്റെ കമ്പോണൻറ്റ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെന്ന്. സപ്പോസ് എ എന്ന വെക്റ്ററിൻ്റെ കമ്പോണൻറ്റ് ഫോം എങ്ങനെ എഴുതാം? a1i + a2j + a3k എന്ന് എഴുതാം. ഇനി ആ വെക്റ്ററിൻ്റെ മോഡുലസ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്? മോഡുലസ് ഓഫ് വെക്റ്റർ എ എന്ന് പറയുന്നത് √(a1² + a2² + a3². സോ ഈ എക്സാമ്പിളിൽ മോഡുലസ് ഓഫ് വെക്റ്റർ എ എന്ന് പറയുന്നത് √(2² + 3² + 1², which is equal to √4 + 9 + 1, which is equal to √14. സോ അതിൻ്റെ യൂണിറ്റ് വെക്റ്റർ എന്താണ്? ആ വെക്റ്ററിനെ അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഫോമാണ് അതിൻ്റെ യൂണിറ്റ് വെക്റ്റർ. സോ യൂണിറ്റ് വെക്റ്റർ ഈസ് ഗിവൺ ബൈ 1/√14 into 2y + 3j + k, which is equal to 2/√14i + 3/√14j + 1/√14k. Next problem. If a vector is equal to 5i - j - 3k and b vector is equal to I + 3j - 5k, show that the vectors vector a + vector b and vector a - b are perpendicular. So രണ്ട് വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ആ രണ്ട് വെക്റ്ററിൻ്റെയും സ്കെയിലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് വാല്യൂ 0 ആണെങ്കിൽ ആ രണ്ട് വെക്റ്റേഴ്സും പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. ഇനി എന്താണ് ഡോട്ട് പ്രോഡക്റ്റ്? സപ്പോസ് എയും ബിയും എന്ന് പറയുന്ന രണ്ട് നോൺ സീറോ വെക്റ്റേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ AB cos θ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്റ്റർ എയുടെയും വെക്റ്റർ ബിയുടെയും തമ്മിലുള്ള ആംഗിൾ. സോ ഇവിടെ രണ്ട് വെക്റ്റേഴ്സാണ് തന്നിരിക്കുന്നത്, വെക്റ്റർ എയും വെക്റ്റർ ബിയും. ഇനി നിങ്ങൾക്ക് വെക്റ്റർ അഡീഷൻ അറിയാമല്ലോ. സപ്പോസ് വെക്റ്റർ എ ഈസ് ഈക്വൽ ടു a1i + a2j + a3k ആൻഡ് വെക്റ്റർ ബി എന്ന് പറയുന്നത് b1i + b2j + b3k ആണെങ്കിൽ വെക്റ്റർ എ + വെക്റ്റർ ബി എന്ന് പറയുന്നത് എന്തുവാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു a1 + b1 × i + a2 + b2 × j + a3 + b3 × k. അതുപോലെ വെക്റ്റർ എ - വെക്റ്റർ ബി എന്ന് പറയുന്നത് a1 - b1 × i + a2 - b2 × j + a3 - b3 × k. സോ ഹിയർ വെക്റ്റർ എ + വെക്റ്റർ ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 6i + 2j - 8k. അതുപോലെ വെക്റ്റർ എ - വെക്റ്റർ ബി എന്ന് പറയുന്നത് 4i - 4j + 2k. സോ വെക്റ്റർ എ + വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ എ - വെക്റ്റർ ബി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എ മൈനസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ ബി, വിച്ച് ഈസ് ഈക്വൽ ടു വെക്റ്റർ എ സ്ക്വയർ മൈനസ് വെക്റ്റർ ബി സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്റ്റർ എ സ്ക്വയർ മൈനസ് മോഡുലസ് ഓഫ് വെക്റ്റർ ബി സ്ക്വയർ. സോ ഇവിടെ 6i + 2j - 8k ഡോട്ട് 4i - 4j + 2k എന്ന് പറയുന്നത് which is equal to 24 - 8 - 16, which is equal to 0. അതായത് വെക്റ്റർ എ + വെക്റ്റർ ബിയുടെയും വെക്റ്റർ എ - വെക്റ്റർ ബിയുടെയും ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് 0 എന്ന് കിട്ടി. സോ വി ക്യാൻ സേ വെക്റ്റർ എ + വെക്റ്റർ ബി ആൻഡ് വെക്റ്റർ എ - വെക്റ്റർ ബി ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇതുപോലുള്ള മറ്റു വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പ്രോബ്ലം.
Find the angle theta between the vectors vector A is equal to I plus j minus k and vector B is equal to I minus j plus k. So, ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് വെക്ടറുകൾക്ക് ഇടയിലുള്ള ആംഗിൾ എന്താണെന്നാണ്. സോ ഇതിനെ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് ടെക്നിക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇനി എന്താണ് ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്? സപ്പോസ് ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ വെക്ടർ എയും വെക്ടർ ബിയും രണ്ട് നോൺ സീറോ വെക്ടേഴ്സ് ഉണ്ടെന്ന് കരുതുക. അവരുടെ സ്കേലാർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ ബി കോസ് തീറ്റ അല്ലേ? ആ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആൻഡ് ഇറ്റ് ഷുഡ് ബി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. സോ ഇതിൽ നിന്ന് നമുക്ക് കോസ് തീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അതിൽ നിന്ന് ആംഗിൾ കണ്ടുപിടിക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ വെക്ടർ എ തന്നിട്ടുണ്ട്. വെക്ടർ എ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ മൈനസ് കെ. ഇനി എന്താണ് അതിൻ്റെ മോഡുലസ്? So modulus of A is given by square root of 1 square plus 1 square plus minus 1 whole square which is equal to square root of 3. വെക്ടറിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുന്നത് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒരിക്കൽ കൂടി ഒന്ന് കേട്ട് നോക്കുക. അതുപോലെ വെക്ടർ ബി ഈസ് ഈക്വൽ ടു ഐ മൈനസ് ജെ പ്ലസ് കെ. സോ വാട്ട് ഈസ് ദ മോഡുലസ്? മോഡുലസ് ഓഫ് വെക്ടർ ബി ഈസ് ഗിവൺ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അതായത് നമുക്ക് എത്ര കിട്ടും? √3 എന്ന് കിട്ടും. ഇനി രണ്ട് വെക്ടർ എയും വെക്ടർ ബിയുടെയും ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ അറിയാമല്ലോ. സപ്പോസ് വെക്ടർ എയുടെ കമ്പോണൻറ്റ് ഫോം a1i പ്ലസ് a2j പ്ലസ് a3k ആണെന്ന് കരുതുക. വെക്ടർ ബിയുടെ കമ്പോണൻറ്റ് ഫോം b1i പ്ലസ് b2j പ്ലസ് b3k എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്താണ്? ഈ രണ്ട് കമ്പോണൻറ്റ് ഫോമും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുക എന്നതാണ്. സോ ഇവിടെ ചെയ്യേണ്ടത് ആദ്യത്തെ ഫാക്ടറിൻ്റെ ഓരോ ടേം കൊണ്ട് രണ്ടാമത്തെ ഫാക്ടറിൻ്റെ ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നതാണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറയുന്നത് a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3 എന്ന് കിട്ടും. അത് എങ്ങനെയാണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. കൂടാതെ ഒരു പോയിന്റ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത് യൂണിറ്റ് വെക്ടേഴ്സായ ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പിനെ പറ്റിയാണ്. ഈ ഒരു പോയിന്റ് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. അതായത് ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാലും ജെ ഡോട്ട് ജെ എന്ന് പറഞ്ഞാലും കെ ഡോട്ട് കെ എന്ന് പറഞ്ഞാലും അതിൻ്റെ വാല്യൂ 1 ആണ്. ദാറ്റ് ഈസ് ഐ ഡോട്ട് ഐ ഈസ് ഈക്വൽ ടു ജെ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു കെ ഡോട്ട് കെ ഈസ് ഈക്വൽ ടു 1. അതുപോലെ തന്നെ ഐ ഡോട്ട് ജെ എന്ന് പറയുന്നതും ജെ ഡോട്ട് കെ എന്ന് പറയുന്നതും കെ ഡോട്ട് ഐ എന്ന് പറയുന്നതും അതിൻ്റെ വാല്യൂ 0 ആണ്. ദാറ്റ് ഈസ് ഐ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു ജെ ഡോട്ട് കെ ഈസ് ഈക്വൽ ടു കെ ഡോട്ട് ഐ ഈസ് ഈക്വൽ ടു 0. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്താണ്? ഇറ്റ് ഈസ് ഗിവൺ ബൈ ഐ പ്ലസ് ജെ മൈനസ് കെ ഡോട്ട് ഐ മൈനസ് ജെ പ്ലസ് കെ. സോ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു -1. ഇനി ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സ്കെയിലർ പ്രോഡക്റ്റിൻ്റെ ഫോർമുല യൂസ് ചെയ്യാം. സോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഡോട്ട് മോഡുലസ് ഓഫ് വെക്ടർ ബി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു √3 which is equal to -1/3. അടുത്ത പ്രോബ്ലം, if I plus j plus k, 2i plus 5j, 3i plus 2j minus 3k and I minus 6j minus k are the position vectors of the points a, b, c and d respectively, find vector ab and vector cd. Also find vector ab and vector cd are collinear. ഇവിടെ അറിയേണ്ടത് പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. സപ്പോസ് എക്സ് വൈ സെഡ് സ്പേസിൽ ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒറിജിനുമായിട്ട് കണക്ട് ചെയ്താൽ കിട്ടുന്നതാണ് വെക്ടർ ഒ പി. സോ വെക്ടർ ഒ പി ആണ് നമ്മൾ ആ പോയിന്റ് പിയുടെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിൻ ഒ. ഇനി പിയുടെ കോർഡിനേറ്റ്സ് എക്സ് വൈ ഇസഡ് ആണെങ്കിൽ വെക്ടർ ഒ പി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഗിവൺ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഒരു ടിപ്പ് പറഞ്ഞു തരാം. ഏതൊരു വെക്ടറിനെയും നമുക്ക് അതിൻ്റെ പൊസിഷൻ വെക്ടറിൻ്റെ ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യാം. അതായത് എനി വെക്ടർ ഇസ് ഈക്വൽ ടു പൊസിഷൻ വെക്ടർ ഓഫ് ദ ടെർമിനൽ പോയിന്റ് മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ദ ഇനീഷ്യൽ പോയിന്റ് ആണ്. ഫോർ എക്സാമ്പിൾ വെക്ടർ പി ക്യൂനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു വെക്ടർ ഒ ക്യൂ മൈനസ് വെക്ടർ ഒ പി എന്ന് എഴുതാം. സോ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് വെക്ടർ എ ബി എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഇറ്റ് ഇസ് ഗിവൺ ബൈ പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു
2i plus 5j minus I plus j plus k. Which on simplification we will get what? I plus 4j minus k. ഇനി ആ വെക്ടറിന്റെ മോഡുലസ് എടുത്താൽ എന്ത് കിട്ടും? മോഡുലസ് ഓഫ് എ ബി വെക്ടർ ഈസ് ഗിവൺ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് മൈനസ് 1 ഹോൾ സ്ക്വയർ. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 3√2 എന്ന് കിട്ടും. ഇനി നേരത്തെ പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്ത് വെക്ടർ സി കണ്ടുപിടിക്കൂ. സോ വെക്ടർ സി ഡി എന്തായിരിക്കും? ഇറ്റ് ഈസ് ഗിവൺ ബൈ മൈനസ് 2y മൈനസ് 8j പ്ലസ് 2k. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് വെക്ടർ സി ഡിയും കണ്ടുപിടിക്കൂ. മോഡുലസ് ഓഫ് വെക്ടർ സി ഡി എന്ന് പറയുന്നത് 6√2 എന്നാണ്. സപ്പോസ് വെക്ടർ എ ബിയുടെയും വെക്ടർ സി ഡി തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ എന്താണ്? ഇറ്റ് ഈസ് ഗിവൺ ബൈ വെക്ടർ എ ബി ഡോട്ട് വെക്ടർ സി ഡി ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ബി ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ സി ഡി. രണ്ട് വെക്ടറിന്റെ കമ്പോണന്റ് ഫോം തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുന്നത് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. അതൊന്ന് റെഫർ ചെയ്യുക. സോ അതനുസരിച്ച് നമുക്ക് കിട്ടുന്നതാണ് 1 into minus 2 plus 4 into minus 8 plus minus 1 into minus 2 divided by 3√2 into 6√2. അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ minus 36 by 36 which is equal to minus 1. So cos theta is equal to minus 1 എന്ന് കിട്ടും. സോ നമുക്ക് പറയാം തീറ്റ ഈസ് പൈ. സോ അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം വെക്ടർ എ ബിയും വെക്ടർ സി ഡിയും കോലിനിയർ ആണെന്ന്. വേറൊരു പോയിന്റ് അറിഞ്ഞിരിക്കേണ്ടത്, രണ്ടോ രണ്ട് കൂടുതലോ വെക്ടേഴ്സ് കൊലീനിയർ ആണെങ്കിൽ they are parallel to the same line ആണെന്ന് പറയാം, irrespective of their magnitudes and directions. നെക്സ്റ്റ് ഒരു MCQ നോക്കാം. If the vectors 3i plus lambda j plus k and 2i minus j plus 8k are perpendicular, then lambda is options A 14, B minus 14, C 1/7, D 7. സോ ഇവിടെ രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ആ രണ്ട് വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ലാംഡ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രോഡക്റ്റ് ടെക്നിക്ക് യൂസ് ചെയ്യാം. രണ്ട് വെക്ടേഴ്സ് എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0. സോ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് വെക്ടേഴ്സിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക എന്നാണ്. സോ വി ക്യാൻ റൈറ്റ് 3i plus lambda j plus k dot 2i minus j plus 8k is equal to 0. അത് സിംപ്ലിഫൈ ചെയ്താൽ 6 minus lambda plus 8 is equal to 0 എന്ന് കിട്ടും. സോ lambda is equal to 14. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഈ സീരീസിൻ്റെ മറ്റ് വീഡിയോസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിൽ എഴുതുക. താങ്ക്സ് ഫോർ വാച്ചിങ്.